ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് അവസാനിക്കും. ചർച്ചയിലുടനീളം ഭരണപക്ഷം ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. സംസ്ഥാനത്തെ കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. ഷബീദ് റാവുത്തർ വിശദാംശങ്ങളുമായി ചേരുന്നു. ഷബീദ്, ഗുഡ് മോർണിംഗ്. ഷബീദ്, തിരുവനന്തപുരത്തൊക്കെ എങ്ങനെയാണ് തണുപ്പ്? നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് രാധാകൃഷ്ണൻ സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാന തലസ്ഥാനത്ത് എങ്ങനെയുണ്ട് കാര്യങ്ങൾ? പതിവില്ലാതെ, അതായത് കുറേ ദിവസങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി മഴയുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വ്യത്യസ്തമായ സംഭവം. അതിന്റെ ഒരു തണുപ്പ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ കാലാവസ്ഥ തിരുവനന്തപുരത്ത് അടക്കം ഇങ്ങനെ മാറി മാറി വരികയാണ്. സംസ്ഥാനത്തൊരു മുഴുവൻ ക്ലൈമറ്റായി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറയുകയും ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സഹിക്കാൻ കഴിയാത്തൊരു ചൂടും അതേസമയം വൈകിട്ടാകുമ്പോഴത്തേന് അതിനൊരു കുറവും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഇന്നലെ വ്യത്യസ്തമായി തിരുവനന്തപുരത്ത് മഴയുണ്ടായിരുന്നു. അതിന്റെ ഒരു ആശ്വാസമുണ്ട്. നമ്മൾ അടുത്ത കാര്യത്തിലേക്ക്, നമ്മുടെ ഇന്നത്തെ നിയമസഭയിലെ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നമുക്കറിയാവുന്ന പോലെ തന്നെ സംഘർഷഭരിതമായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. ആ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച അതിന്ന് നിയമസഭയിൽ അവസാനിക്കുകയാണ്. നമുക്കറിയാം, ഈ നന്ദിപ്രമേയ ചർച്ചയിൽ ഉടനീളം ഗവർണർക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഗവർണറും പ്രതിപക്ഷവും ഉയർത്തിയിട്ടുണ്ട്. ഇന്നലെ അടിയന്തര പ്രമേയത്തിന്മേൽ ചർച്ച നടക്കുമ്പോൾ പോലും ഗവർണർക്കെതിരെ വിമർശനം ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതായത് സംസ്ഥാനത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ചില നീക്കങ്ങൾ അത് ഗവർണറുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നു എന്നുള്ള കുറ്റപ്പെടുത്തൽ നിയമസഭാ രേഖയിലടക്കം ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വളരെ ആകാംക്ഷാഭരിതമായിട്ടുള്ള ആ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച അതിന്ന് നിയമസഭയിൽ അവസാനിക്കും. ഇന്ന് സംസ്ഥാനത്തെ കാർഷിക മേഖലയിലെ പ്രതിസന്ധി അത് നിയമസഭയിൽ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അതിൽ ഏറ്റവും പ്രധാനം ഈ റബ്ബർ വിലയിലെ സ്ഥിരതയില്ലായ്മ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് മോൻസ് ജോസഫ് അടിയന്തര പ്രമേയ നോട്ടീസായി നിയമസഭയിൽ കൊണ്ടുവരും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിയമസഭ ബജറ്റ് ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. 5-ാം തീയതിയാണ് ബജറ്റ്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലുള്ള ബജറ്റ് എന്ന രീതിയിൽ വലിയ തരത്തിലുള്ള പ്രത്യേകത ഈ ബജറ്റിനുണ്ടാകും. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ കണ്ടുകൊണ്ട് ജനകീയമായിട്ടുള്ള പദ്ധതികളുടെ പുതിയ പ്രഖ്യാപനമടക്കം ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിയമസഭയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഷബീദ് റാവുത്തർ.